إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം, ബന്ധുക്കളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സംഗമിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അമലുകളോട് താല്പര്യവും ഹറാമിനോട് ദേഷ്യവുമുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്കായി നൽകിയ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇത് സമഗ്രമാണ്, സാർവകാലികമാണ്, സാർവലൗകികമായ മതമാണ്. ഈ മതം സമ്പൂർണമായ സമഗ്രമായ മതമാണ്, ദീനാണ് എന്ന് പറയാനുള്ള കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഈ ദീൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റ, സ്വഭാവ, കുടുംബ ഇടപാട്, ആചാര അനുഷ്ഠാന എല്ലാ മേഖലകളെക്കുറിച്ചും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായ, തക്കതായ, സമഗ്രമായ, സമ്പൂർണമായ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നിസ്കാരവും നോമ്പും മാത്രമല്ല, നമ്മുടെ ഇടപാടുകളും നമ്മുടെ രാഷ്ട്രീയത്തിലുമെല്ലാം ഇസ്ലാം വ്യക്തമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി ഞാൻ പറഞ്ഞത് ഇസ്ലാം സാർവകാലികമായ മതമാണെന്നാണ്. സാർവകാലികം എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം എല്ലാ കാലത്തിനും ആപ്റ്റാവുന്ന മതം, എല്ലാ കാലത്തിലും ജീവിച്ച മനുഷ്യർക്ക് ആപ്റ്റാവുന്ന മതം. 6-ാം നൂറ്റാണ്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി വന്നത്. എന്നാൽ ആ ഖുർആൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യരോട് മാത്രമല്ല സംവദിച്ചത്, മറിച്ച് 6-ഉം 7-ഉം 8-ഉം 9-ഉം 14-ഉം 20-ഉം 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുന്ന അത്ര പ്രബുദ്ധമാണ്, അത്ര ശക്തമാണ് ഇസ്ലാം. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മളും 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളോടും ഇസ്ലാം സംവദിക്കുന്നുണ്ട്. അവർക്ക് അനുയോജ്യമായ മതമാണ് ഇസ്ലാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച 90 കിഡ്സ് എന്ന് പറയുന്ന നമ്മളെയും ഈ നൂറ്റാണ്ടിൽ ജനിച്ച ജെൻസി, ആൽഫാബെറ്റ് മനുഷ്യരെയും കൈകാര്യം ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ വ്യക്തമായ ദിശ കാണിക്കുന്നതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാം സാർവകാലികമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. മൂന്നാമതായിട്ട് ഇസ്ലാം സാർവലൗകികമാണ്. എല്ലാ ലോകത്തിലും എല്ലാ നാട്ടിലും ജീവിക്കുന്ന മനുഷ്യർക്ക് അനുയോജ്യമായ മതമാണ് ഇസ്ലാം.
അത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മരുഭൂമികൾ ജീവിക്കുന്ന മനുഷ്യനാവട്ടെ, അന്റാർട്ടിക്കയിൽ തണുത്തുറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരാകട്ടെ, വയലും വരമ്പും പാടവും പറമ്പുമുള്ള പച്ചപ്പ് തളിരിട്ട് നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാകട്ടെ, ഇങ്ങനെ ലോകത്തിലെ ഏത് പ്രദേശത്ത്, ഏത് പരിസ്ഥിതിക പ്രദേശത്ത്, ഏത് ഭൂമി നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരാവട്ടെ, ഇവരോടെല്ലാം കൃത്യമായി സംവദിക്കുന്ന സാർവലൗകിക കാലിക സമ്പൂർണ്ണ സമഗ്ര മതമാണ് ഇസ്ലാം. എന്തുകൊണ്ടാണ് ഇസ്ലാമിന് അങ്ങനെ ഒരു ദീനാവാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുടെ പേരിലാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങൾ നമുക്കറിയാം, പക്ഷെ മൂല്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. നിയമങ്ങൾ നമ്മൾ നന്നായി ഫോളോ ചെയ്യുന്നു, പക്ഷെ ആ നിയമങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് പലപ്പോഴും സംഭവിക്കുന്ന തെറ്റാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 മൂല്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നാമത്തെ നീതിയാണ്. അനീതി കാണിക്കാതിരിക്കുക, നീതി കാണിക്കുക, ആദൽ. ഖുർആന്റെ പലയിടങ്ങൾ പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾ നീതിയോട് വർത്തിക്കണം, നിങ്ങൾ നീതിയോടുകൂടി പെരുമാറണം. അത് നിങ്ങളുടെ കുടുംബ മേഖലയാകട്ടെ, ഇടപാടാകട്ടെ, പള്ളിയാകട്ടെ, കച്ചവടമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, അവിടൊക്കെ നീതി കാണിക്കണം, അനീതി കാണിക്കരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. ഇന്ന് ഖുതുബയുടെ ആരംഭത്തിൽ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് ആദ്യമായി ഓതി വെച്ച ആയത്ത്. അത് പറയുന്ന അതേ ഗൗരവത്തോട് ഖുർആൻ പറയാണ്, നിങ്ങൾ കൂനു ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. എങ്ങനെയാണ് മനുഷ്യർക്ക് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുക? അത് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ നീതി കാണിക്കണം, അനീതി കാണിക്കാൻ പാടില്ല. അനീതി കാണിക്കാൻ പാടില്ല. സുഹൃത്തിനോട് അനീതി കാണിക്കരുത്, ഭാര്യയോട് അനീതി കാണിക്കരുത്, എതിർ സ്ഥാനാർത്ഥിയോട് അനീതി കാണിക്കാൻ പാടില്ല, എതിർ പാർട്ടിയിലുള്ളവനോട് അനീതി കാണിക്കാൻ പാടില്ല, എതിർ ടീമിനുള്ളവനോട് അനീതി കാണിക്കാൻ പാടില്ല. ഖുർആൻ തുടർന്ന് പറയുന്ന പദപ്രയോഗം ഏറെ മനോഹരാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരവും നമ്മൾ പോകും എന്ന് പറയാറുണ്ട്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറഞ്ഞത് ലെനിനാണ്. അതായത് ലക്ഷ്യം കാണാൻ വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാം, എന്ത് പാപവും ചെയ്യാം, എന്ത് അനീതിയും കാണിക്കാം. അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്തായാലും അതിലേക്ക് എത്തുന്ന രീതി അത് നീതിയുടെ വഴികൂടി മാത്രമായിരിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ചിലരോട് വിദ്വേഷം ഉണ്ടാവും, നിങ്ങൾക്ക് ചിലരോട് വെറുപ്പുണ്ടാവും. ആ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെ പേരിൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. യഅദിലു, നിങ്ങൾ നീതി കാണിക്കണം. ഹു അഖറബു ലിത്തഖ്വ, തഖ്വയുള്ള മനുഷ്യന്മാർ അങ്ങനെയാണ്, നീതി കാണിക്കും. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബ മേഖലയാകട്ടെ, രാഷ്ട്രീയ മേഖലയാകട്ടെ, ഇടപാടിലാകട്ടെ, അതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. രണ്ടാമതായി ഖുർആൻ പറയുന്നത് അമാനത്താണ്. വിശ്വസ്തരായിരിക്കണം, വഞ്ചന കാണിക്കാൻ പാടില്ല. കച്ചവടത്തിൽ വഞ്ചന ഉണ്ടാകാൻ പാടില്ല, ഇടപാടിൽ വഞ്ചന ഉണ്ടാകാൻ പാടില്ല, പാർട്ടിയിൽ വഞ്ചന ഉണ്ടാകാൻ പാടില്ല, സംഘടനകളിൽ വഞ്ചന ഉണ്ടാകാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ വഞ്ചന കാണിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا إن الله يأمركم أن تؤدوا الأمانات إلى أهلها. അർഹർക്ക് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ നൽകണം, അവരുടെ റൈറ്റ്സ് നിങ്ങൾ നൽകണം. നിങ്ങൾക്ക് അനർഹമായത് നിങ്ങൾ നേടിയെടുക്കാൻ പാടില്ല, വഞ്ചന കാണിക്കാൻ പാടില്ല, ചതി കാണിക്കാൻ പാടില്ല. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. ആളുകൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും വിശ്വസ്തത നിങ്ങൾ കാണിക്കണം, നീതി നിങ്ങൾ കാണിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅലുകും ബി, അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുന്ന ഇത്തരം മൂല്യങ്ങൾ ഏറ്റവും ഉന്നത ഉദാത്ത മൂല്യങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് വയ്യെ പറയാം ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, നിങ്ങൾ കാണിക്കുന്ന എല്ലാ കള്ളത്തരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ഒന്നാമത്തെ നീതിയാണ്, രണ്ടാമത്തെ വിശ്വസ്തതയാണ്, മൂന്നാമത്തെ സത്യസന്ധത. എല്ലാ മേഖലയിലും സത്യസന്ധത ഉണ്ടാവണം. സംസാരത്തിൽ സത്യസന്ധത ഉണ്ടാവണം, പ്രവർത്തനത്തിൽ സത്യസന്ധത ഉണ്ടാവണം, ഇടപാടുകൾ സത്യസന്ധത ഉണ്ടാവണം. ആ സത്യസന്ധതക്ക് ഖുർആൻ പറയുന്ന പദം സിദ്ഖ് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. അല്ലയോ സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സത്യസന്ധരാവണം. സംസാരത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും. എന്തുകൊണ്ടാണ് ഇത്തരം മൂല്യങ്ങൾ ഏറെ പ്രധാനമായി മാറുന്നത്? ഇത്തരം മൂല്യങ്ങളെ ഒരു സമൂഹം കെട്ടുറപ്പോടുകൂടി കൊണ്ടു നടന്നാൽ മാത്രമാണ് ഒരു സിസ്റ്റം, ഒരു നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ. ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പൊതുവെ മുസ്ലിമീങ്ങളായ നമുക്കും മറ്റെല്ലാ മനുഷ്യർക്കും ഒരു പൊതുവായ സ്വഭാവമുണ്ട്. എല്ലാ മേഖലകളിലും മൂല്യങ്ങളെയും നിയമങ്ങളെയും പാലിക്കും. പക്ഷേ മൂല്യങ്ങളോ നിയമങ്ങളോ ഒന്നും പാലിക്കാത്തൊരു മേഖല ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമാണ്. പള്ളിയിൽ നല്ല നിസ്കാരക്കാരനാണ്, റമദാനിൽ നല്ല നോമ്പുകാരനാണ്, മുസ്തഫ തുടർന്നാൽ നല്ല ഖുർആൻ ഓത്തുകാരനാണ്. പക്ഷെ മാർച്ചിന് പോയാൽ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അവനേക്കാൾ നെറികെട്ടൊരു മനുഷ്യനില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥാവിശേഷം അതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പണ്ട് ഗ്രീക്ക് റോമൻ തത്വശാസ്ത്രത്തിൽ പറഞ്ഞിരുന്നൊരു പദപ്രയോഗം ഉണ്ടായിരുന്നു: ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അതായത് ദൈവത്തിന് ഞങ്ങൾ നൽകേണ്ട നിസ്കാരം, നോമ്പ്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ മൂല്യങ്ങൾ പാലിക്കാം, അവിടെ ഞങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവും, അവിടെ ഞങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാവും. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് തഖ്വ വേണ്ട, ഞങ്ങൾക്ക് മൂല്യങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നുള്ള ധാരണ തിരുത്തണം. മനുഷ്യന്റെ എല്ലാ മേഖലയിലും ഉള്ളതാണ് ഇസ്ലാം. രാഷ്ട്രീയത്തിൽ ഇറക്കുമ്പോൾ അയച്ചു വെക്കേണ്ടതല്ല ദീനും ഇസ്ലാമും എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാവരും ഉറച്ചു മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മുടെ പ്രവർത്തനങ്ങൾ സത്യസന്ധത ഉണ്ടാവണം, പ്രവർത്തനങ്ങളിൽ വിശ്വസത ഉണ്ടാവണം, പ്രവർത്തനങ്ങളിൽ നീതി ഉണ്ടാവണം. അത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിന് ഒരു നല്ല അടിത്തറയുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഒരു നല്ല തറക്കല്ലുണ്ട്. അത് മഹാരഥന്മാരായിട്ടുള്ള ഗാന്ധിജിയെ പോലുള്ള, നെഹ്റുവിനെ പോലുള്ള, BR അംബേദ്കറിനെ പോലുള്ള, മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ അവർ കെട്ടിപ്പടുത്ത രാജ്യത്തിന്റെ പേരിലാണ്. എല്ലാ മനുഷ്യർക്കും സമത്വത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യത്തിന്റെ ചുറ്റുപാട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കിയത് BR അംബേദ്കർ എന്ന് പറയുന്ന മഹാമനീഷിയാണ്. അദ്ദേഹം ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷം 1948 നവംബർ 4 ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ച് നടത്തിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വസ്തുതയുണ്ട്: ലോകത്തിലെ തന്നെ ഏറ്റവും സമഗ്രമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ല ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഭരണഘടനയിലുള്ള മൂല്യങ്ങളെ, ഈ ഭരണഘടനയോട് വഞ്ചന കാണിക്കുന്ന, ചതി കാണിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, ഇത് നശിക്കാനുള്ളതാകുമെന്ന് ആദ്യമായിട്ട് ഭരണഘടന ബില്ല് പാസ്സാക്കുന്ന പ്രസംഗത്തിൽ BR അംബേദ്കർ നടത്തിയൊരു പദപ്രയോഗമുണ്ട്. അതേ പദം തന്നെ, അത് തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ഖാലത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ. ഇന്നൽ മുലൂക്, രാജാക്കന്മാരുടെ ആഗ്രഹം അധികാരം മാത്രമാണ്. അവരുടെ അധികാരം നിലനിർത്തണം, അവരുടെ സ്വയം താല്പര്യങ്ങൾ നിലനിർത്തണം, അവരുടെ സ്വവർഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം നിലനിർത്തണം, തന്റെ ആഭിജാത്യം, തന്റെ അഹങ്കാരം അത് നിലനിർത്തണം. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന രാജാക്കന്മാർ, മുലൂക്കുകൾ, ഭൂമിയിലെ മുലൂക്കുകൾ, ഇതാ ദഖലു ഖറിയതൻ, അവരുടെ നാടിന്റെ ഭരണം, അധികാരം ഏറ്റെടുത്താൽ അഫ്സദുഹ, അവർ ആ നാടിനെ നശിപ്പിക്കും. അതില്ല, ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള നീതി നൽകൂല, ജനങ്ങളോട് യാതൊരു രീതിയിലുള്ള റൈറ്റ്സ്, അവകാശം നൽകൂല, ജനങ്ങളെ നിന്ദ്യരാക്കും, ജനങ്ങളെ കൊടും പട്ടിണിയിലാക്കും. ഇത് ചെയ്യുന്നത് മുലൂക്കുകളാണ്. അപ്പൊ പറഞ്ഞു വരും, നമ്മുടെ രാജ്യത്തിന് ഒരു നല്ല ഭരണഘടനയുണ്ട്, BR അംബേദ്കർ പറഞ്ഞ പോലെ. പക്ഷേ ആ ഭരണഘടനത്തിന്റെ മൂല്യങ്ങളെ പാലിക്കാത്തവരാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ഖുതുബയുടെ ആരംഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, നമ്മൾ ആദിലീങ്ങളായിരിക്കണം, നമ്മൾ അമീനായിരിക്കണം, നമ്മൾ സാദിഖായിരിക്കണം. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം.
വിശ്വസ്തനായിരിക്കണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ വിശ്വസ്തനായിരിക്കണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ നീതി കാണിക്കുന്നവരായിരിക്കണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ സത്യസന്ധത കാണിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അടിസ്ഥാനമായി 3 അടിസ്ഥാനങ്ങളിലാണ് നിലകൊള്ളുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. 1, 2, 3 എന്ന് നമ്മൾ എണ്ണി പറയുമ്പോൾ 3-ൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ ഒരു സോഷ്യലിസത്തെ ഫോളോ ചെയ്യുന്നതാണ്. ഗവൺമെന്റിനും അതുപോലെ തന്നെ വ്യക്തികൾക്കും സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സാമ്പത്തിക രീതിയാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ അത് മുതലാളി വർഗത്തിന്റെ താല്പര്യത്തിന് വഴിമാറിയ അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മുതലാളി വർഗത്തിന്റെ താല്പര്യത്തിന് വേണ്ടി തൊഴിലാളികളെ, സാധാരണക്കാരെ, മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരു വേറെ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, ഇന്ത്യ മതപരമായിട്ടുള്ള കാര്യത്തിൽ ഫോളോ ചെയ്യുന്ന ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതവും വേണ്ട, ഒരു മതവും വേണ്ട എന്ന് പറയില്ല. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ ഉറക്കെ അലറുന്നത് കേട്ടു. നിങ്ങൾ എന്തിനാണ് മതം ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് മതം പ്രബോധനം ചെയ്യുന്നത്? ഇന്ത്യൻ മതേതരത്തിന് എതിരാണത്? ഒരിക്കലുമല്ല. അദ്ദേഹം പറഞ്ഞു ശുദ്ധ അസംബന്ധമാണ്. ഇന്ത്യൻ സെക്കുലറിസം, ഇന്ത്യൻ മതം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ മതം അനുഷ്ഠിക്കാം, അത് ആചരിക്കാം, അത് പ്രബോധനം ചെയ്യാം, അതിലേക്ക് ക്ഷണിക്കാം, വ്യക്തികൾക്ക് ക്ഷണിക്കാം, പ്രബോധനം ചെയ്യാം. പക്ഷെ ഇന്ത്യയുടെ ഭരണപരമായിട്ടുള്ള കാര്യത്തിന് ഒരു മതത്തിന്റെയും കീഴിൽ ഭരണകൂടം, ഗവൺമെന്റ് ഒരിക്കലും ഒരു മതത്തിന് അനുകൂലമായി ഒരു മതത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കൂല എന്നുള്ളതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ആണിക്കല്ല്. ആ സെക്കുലറിസം പതിയെ സംഘപരിവാർ ഹിന്ദുത്വത്തിന്റെ അജണ്ടകൾക്ക് ഒപ്പരം നിൽക്കുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ വിഷയമാണ്. ഇതിൽ ഒന്നാമത്തെ വിഷയമുണ്ട്. ഇന്ത്യ പൊളിറ്റിക്കലി ആയിട്ട്, ഇന്ത്യ രാഷ്ട്രീയമായിട്ട് ഒരു ജനാധിപത്യ രാജ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇന്ത്യയുടെ മതേതരത്തിന് ആഘാതം സംഭവിച്ച സമയത്ത്, ഇന്ത്യയുടെ സോഷ്യലിസത്തിന് ആഘാതം സംഭവിച്ച സമയത്ത് നമ്മൾ ദുഃഖിച്ചു, വിഷമിച്ചു. പക്ഷെ അതിനേക്കാളേറെ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇന്ത്യൻ ഡെമോക്രസിക്ക് ആഘാതം സംഭവിക്കുന്നു, ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ആഘാതം സംഭവിക്കുന്നു. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ജനാധിപത്യം ജനങ്ങൾ അവർ തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികളിനാൽ ഭരിക്കപ്പെടുക എന്നുള്ളതാണ്. ജനങ്ങൾ അവരാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളിൽ ഭരിക്കപ്പെടുകയാണ് ജനാധിപത്യം. അങ്ങനെയുള്ള ഒരിടത്ത് ജനങ്ങളുടെ മൂല്യങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങളെ പറ്റി സംസാരിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നൊരു വസ്തുതയുണ്ട്. ഇന്ത്യയിലെ മനുഷ്യരുടെ എല്ലാത്തിനെയും ഭരണകൂടം തട്ടിയെടുത്തു. അവരുടെ ഭൂമിയെ, അവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം ഭരണകൂടം തട്ടിയെടുത്തു. സാധാരണക്കായ ഒരു അധിഷ്ഠിതനായ, അരികുവൽക്കരിക്കപ്പെട്ട ഒരു ആദിവാസിയായ, ദലിതനായ ഒരു മുസ്ലിമിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വോട്ട് മാത്രമാണ് എന്ന് പതിവായി സാധാരണഗതി നമ്മൾ പറയാറുണ്ടായിരുന്നു. ആ വോട്ട് പോലും ചോരി ചെയ്യപ്പെടുന്ന, ആ വോട്ട് പോലും മോഷ്ടിക്കപ്പെടുന്ന, ജനാധിപത്യത്തെ ഇത്ര ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് നമ്മൾ സാക്ഷിയാവാൻ പോകുന്നത്. മുമ്പൊക്കെ അതിൽ പലതരത്തിലുള്ള തിരിമറികൾ നടക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ലോക്കലായിട്ട് നടക്കുന്ന തിരിമറികളാണ്. നമ്മൾ തന്നെ വളരെ തമാശയിൽ കൂടി പറയുന്ന കാര്യങ്ങളുണ്ട്. കുപ്പി കൊടുത്തും പണം കൊടുത്തും അരിച്ചാക്ക് കൊടുത്തിട്ടും തങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ലോക്കലായിട്ടുള്ള, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷെ അതൊക്കെ പ്രാദേശികമായി നടന്നതായിരുന്നു. വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കയ്യിൽ പുരണ്ട മഷി കൈകളഞ്ഞിട്ട് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയും സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടിയും വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യുന്നത് അയാൾ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണെങ്കിലും അതൊരു പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനം മാത്രമായിരുന്നു. അല്ലെങ്കിൽ ബൂത്ത് ലെവലിൽ ഇരിക്കുന്ന ഏജന്റുമാരുണ്ട്, അവരുടെ വഴികളിലൂടെ നടത്തുന്ന ഇത്തരം ചെറിയ തിരിമറികൾ, അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ടുകൾ നടത്തുന്ന ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ, ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമാണെങ്കിലും ചെറിയൊരു അളവിൽ മാത്രമാണ് ഇതെല്ലാം നമ്മുടെ നാടുകളിൽ നടന്നിരുന്നത്. അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ആരും അറിയാത്ത രീതിയിൽ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ വോട്ട് മറിക്കുന്നൊക്കെ രീതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് നടന്നിരുന്നത്. പക്ഷെ അതിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ട ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. വേലി തന്നെ വിള തിന്നുക എന്നൊരു പദം മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. എന്താ വേലി തന്നെ വിള തിന്നുക എന്ന് പറഞ്ഞാൽ? നമ്മളൊരു പാടത്ത്, ഒരു പറമ്പത്ത് വല്ലതും വെച്ച് നനച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് പശുക്കളോ മറ്റ് ആടുകളോ ഒന്നും വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വേലി കെട്ടും.
മറ്റു മൃഗങ്ങളൊന്നും വന്ന് ഇത് കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേലി കെട്ടുന്നത്. പക്ഷെ നമ്മൾ കെട്ടിയ വേലി തന്നെ ഈ വിളയെ തിന്നു തുടങ്ങിയാൽ എന്തായിരിക്കും അതിന്റെ ദുരിതാവസ്ഥ? അതാണ് ഇന്ത്യൻ ഡെമോക്രസിയിൽ നടക്കാൻ പോകുന്നതെന്ന് അതിഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ അവർ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. CBI കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്നു, ED കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്നു, NIA കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്കും സംഘപരിവാർ അജണ്ടകൾക്ക് ഒത്തിച്ച് നടക്കുന്നു എന്ന് സാധാരണഗതി നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ത്യയുടെ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സംഘപരിവാറിന് അനുകൂലമായി വർക്ക് ചെയ്യുന്നുള്ളത് അതീവ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. ഇന്ത്യൻ ഡെമോക്രസിയെ തന്നെ തകർക്കുന്ന അതിഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്ന കള്ളത്തരങ്ങൾ പ്രാദേശികമായി നടന്ന കള്ളത്തരങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ വാസ്റ്റായ രീതിയിൽ വലിയ രീതിയിലുള്ള മോഷണങ്ങൾ, ചോരുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. പ്രധാനമായിട്ട് 3 രീതിയിലുള്ള കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഇലക്ട്രൽ റോളുകൾ ഉപയോഗിച്ചിരുന്ന കള്ളത്തരങ്ങളാണ്. രണ്ടാമത്തെ CCTV മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള കള്ളത്തരങ്ങളാണ്. മൂന്നാമത്തേത് VVPAT അതുപോലെ തന്നെ EVM മെഷീനുകൾ കാണിക്കുന്ന കള്ളത്തരങ്ങളാണ്. ഒന്നാമതായി നമ്മൾ പറഞ്ഞു ഇലക്ട്രൽ റോളിൽ കാണിക്കുന്ന കള്ളത്തരങ്ങൾ. ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് ഇലക്ഷൻ വരികയാണെങ്കിൽ ആർക്കെല്ലാം വോട്ട് ചെയ്യാം എന്നുള്ള വോട്ടേഴ്സ് ആളുകളുടെ ലിസ്റ്റ് ആണ് ഈ ഇലക്ട്രൽ റോളിൽ ഉണ്ടാവുക. അതെല്ലാ സമയത്തും ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കണം, പരിഷ്കരിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം 18 വയസ്സാകുന്ന ആളുകളെ പുതുതായി അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്, മരിച്ച ആളുകളെ അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്, ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറി താമസിച്ച ആളുകളെയൊക്കെ കൃത്യമായി മാറ്റത്തിരുത്തൽ വരുത്തേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വസ്തുത. ഇതെല്ലാം കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞ നീതി, ഖുർആൻ പറഞ്ഞ അമാനത്ത്, ഖുർആൻ പറഞ്ഞ സിദ്ഖ് എന്നീ മൂല്യങ്ങളുടെ മേലിൽ പ്രവർത്തിക്കേണ്ട ഒരു വസ്തുതയാണ് എല്ലാ രാഷ്ട്രീയവും എല്ലാ സംവിധാനങ്ങളും. പക്ഷേ അത്തരം നീതികളും മൂല്യങ്ങളും സത്യസന്ധതയും വിശ്വസയെല്ലാം ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇലക്ട്രൽ റോളുകൾ സാധാരണഗതിയിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. നെറ്റിൽ കൂടി നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓരോ പ്രാദേശികമായിട്ടുള്ള ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ പാർട്ടികൾക്കും ഇതിന്റെ ഒരു കോപ്പിയും നൽകാറുണ്ട്. വളരെ രസകരമായ കാര്യം, ഇലക്ട്രൽ റോളിന്റെ കോപ്പി ഒരിക്കലും ഡിജിറ്റലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നൽകാറില്ല. രണ്ടാമത്തെ ഒരു കാര്യം, പേപ്പർ ആയിട്ടാണ് നൽകുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് പേപ്പർ റീഡിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് പേപ്പറിലുള്ള വസ്തുതകൾ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള A4 ഷീറ്റുകൾ അത് പേപ്പർ റീഡിംഗ് മെഷീനിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലി ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ ഈ 2 രീതിയിലും ഈ ഇലക്ട്രൽ റോളുകൾ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ നൽകൂല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഒരു കാര്യം സുതാര്യമാകുമ്പോഴാണ് അതിൽ കള്ളത്തരം ഇല്ലാതിരിക്കുക. ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കള്ളത്തരമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഒരു കാര്യം മറച്ചു വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന് അർത്ഥം. എന്നാൽ ഡിജിറ്റൽ രേഖകൾ, ഡിജിറ്റൽ ആയിട്ടുള്ള ഇലക്ട്രൽ റോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എത്ര കള്ള വോട്ടർമാരുണ്ടെന്ന് മനസ്സിലാക്കും, എത്ര പേരുകൾ ആവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും, എത്ര ഫോട്ടോകൾ ആവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. ഈ നമ്മൾക്ക് കിട്ടുന്ന പേപ്പറുകൾ അത് പേപ്പർ റീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പർ റോളിംഗ് ആണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടും എത്ര കള്ളത്തരങ്ങൾ, എത്രയൊക്കെ തിരിമറികൾ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പേപ്പർ ലഭിക്കുന്നത്. ഇതൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ 2024 ലോകസഭ ഇലക്ഷൻ നടന്ന സമയത്ത് കർണാടകയിൽ ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്ന ലോകസഭാ മണ്ഡലം, അതിൽ 30ഓളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 30ഓളം നിയമസഭാ മണ്ഡലം UDFന് അനുകൂലമായിട്ടുള്ള സീറ്റ് ലഭിക്കുന്ന, വോട്ട് ലഭിക്കുന്ന മണ്ഡലങ്ങളായിരുന്നു. അവിടെ എല്ലാം വോട്ട് ലഭിച്ചത് UDFനായിരുന്നു. പക്ഷെ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം, മഹാബലിപുരം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,00,000-ലധികം വോട്ടുകൾ BJPക്ക് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം 6 മാസക്കാലം 40ഓളം വരുന്ന യുവാക്കൾ ഇരുന്നിട്ട് അത് പഠനവിധേയമാക്കി. എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? പഠനവിധേയമാക്കിയപ്പോൾ മനസ്സിലാക്കുന്നത് 1,00,000-ലധികം കള്ള വോട്ടുകൾ സംഭവിച്ചിരിക്കുന്നു. 10,000-ത്തിലോളം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വോട്ടർമാർ കടന്നുകൂടിയിരിക്കുന്നു. 10,000-ത്തോളം ഒരുപാട് വാർഡുകളിൽ വോട്ട് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ടായിരിക്കുന്നു.
വോട്ടേഴ്സിന്റെ അഡ്രസ്സിൽ കൃത്രിമം കാണിക്കപ്പെട്ടിരിക്കുന്നു, വോട്ടേഴ്സിന്റെ ഫോട്ടോകളിൽ കൃത്രിമം കാണിക്കുന്നു. ഫോം 6 എന്ന് പറയുന്ന നമ്മളെല്ലാം ഇപ്പോൾ എഴുതി കൊടുക്കുന്ന SIRന്റെ പേരിൽ എഴുതി കൊടുക്കുന്ന ഫോം ഉണ്ട്. ഇത് ഒരാളുടെ പേരിൽ ഒരൊറ്റ ഫോം മാത്രമേ ഉണ്ടാവൂ. ഈ ഫോം 6 തന്നെ ഒരാളുടെ പേരിൽ തന്നെ 1ഉം 2ഉം ഫോമുകൾ ഉണ്ടാവുന്നു. 6 ലക്ഷം വോട്ടേഴ്സ് മാത്രമുള്ള മഹാബലിപുരം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം കള്ള വോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 140 കോടി മനുഷ്യരുണ്ട്. എത്ര കള്ള വോട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ടാവും? ഞാൻ ഈജിപ്തിൽ ജീവിച്ചിട്ടുണ്ട് 3 വർഷക്കാലം. ഈജിപ്തിലെ രാഷ്ട്രീയം ഒരു തമാശയാണ്. എല്ലാ 2 വർഷം കൂടുന്ന സമയത്തും അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കും. പക്ഷെ വളരെ രസകരമായ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കൂ. അയാളുടെ കൂടെ അത് അബ്ദുൽ ഫത്താഹ് സിസി എന്ന് പറയുന്ന പട്ടാള മേധാവിയാണ്. അയാൾക്കെതിരെ മത്സരിക്കാൻ ഒരാൾക്കും പറ്റില്ല. ആരെങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ തയ്യാറായി വന്ന ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇലക്ഷൻ നടക്കും, ഇയാൾ മാത്രം ജയിക്കും, ഇയാൾ പ്രസിഡന്റ് ഉണ്ടാവും. അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ പോയി വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഞാൻ കളിയാക്കിക്കൊണ്ട് പറയും, 140 കോടി മനുഷ്യർ വോട്ട് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് വോട്ട് ചെയ്യുന്ന വോട്ടറാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഭിമാനിക്കും. അങ്ങനെ അഭിമാനിച്ച് ഞാൻ ലജ്ജിക്കുകയാണ്, ഞാൻ നാണം കെടുകയാണ്. മലയാളികളായ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് മഹാരാഷ്ട്രയിലും ബംഗാളിലെയും കർണാടകയിലെയും നിരക്ഷരരായ അറിവില്ലാത്ത ആളുകളുടെ അടുത്ത് മാത്രം നടക്കൂ. മലയാളികളായ പ്രബുദ്ധരായ നമ്മുടെ നാട്ടിൽ ഇത്തരം കള്ളത്തരങ്ങളൊന്നും നടക്കൂല എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിൽ പോലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഴിഞ്ഞ ലോകസഭ ഇലക്ഷന് ഒരാൾക്ക് അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരാൾ MP ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ MP ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നടന്നത് ഇതുവരെ കാണാത്ത കള്ളത്തരങ്ങളായിരുന്നു. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 6 പേർക്ക് താമസിക്കാൻ സാധിക്കുന്ന ഫ്ളാറ്റുകൾക്കകത്ത് 60 പേരെ കുത്തി നിറച്ചുകൊണ്ടുള്ള കള്ളത്തരത്തിൽ കൂടി അധികാരത്തേറിയ സംഭവവികാസങ്ങൾ നടന്നത് നമ്മുടെ നാട്ടിലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അമീനായിരിക്കണം, നമ്മൾ ആദിലായിരിക്കണം, നമ്മൾ സാദിഖായിരിക്കണം. ഇലക്ട്രൽ റോഡുകൾ നടത്തുന്ന കള്ളത്തരങ്ങൾ, രണ്ടാമത് പറയുന്നത് CCTVയിൽ നടക്കുന്ന കള്ളത്തരങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായിരിക്കണം. കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നു. മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്ന സമയത്ത് ഇലക്ഷനിൽ BJP വിജയിച്ച സമയത്ത് ആ മഹാരാഷ്ട്രയിലെ ഓരോ ബൂത്തുകളിലും എല്ലാ ദിവസവും 5:30 മണിക്ക് ശേഷം 8% കൂടുതൽ അധിക തിരക്ക് നടന്നു. 8% കൂടുതൽ അധികമായിട്ടുള്ള വോട്ടിംഗ് നടന്നു. അതിനെക്കുറിച്ച് പഠനവിധേയമാക്കി. BLOമാർ ഇപ്പൊ നാട്ടിലുണ്ടല്ലോ, ഇതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജന്റുകളുണ്ട്. ഓരോ രാഷ്ട്രീയ പ്രതിനിധികളുടെയും ഭാഗമായിക്കൊണ്ട് ഓരോ ബൂത്തുകളിൽ നിൽക്കുന്ന ആളുകൾ, അവരോടൊക്കെ ചോദിച്ചു. അവരൊക്കെ പറഞ്ഞു 5:30 ശേഷം അങ്ങനെ ഒരു തിരക്കേ ഉണ്ടായിട്ടില്ല. എങ്ങനെ ഇത്രയും വോട്ടുകൾ 5:30 ശേഷം സംഭവിച്ചു എന്ന് പഠനവിധേയമാക്കാൻ വേണ്ടി ഓരോ ബൂത്തുകളിലും സംവിധാനിച്ചിരിക്കുന്ന CCTVയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. CCTVയെ കുറിച്ച് ചോദിച്ച സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്ന മറുപടിയാണ്, ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ 40 ദിവസം മാത്രമാണ് ഞങ്ങൾ CCTV സൂക്ഷിക്കുകയുള്ളൂ. എവിടെയാണ് ഇത് പറയുന്നത്? ലോകം 2025 നിൽക്കുന്ന കാലത്താണ് നമ്മൾ ഈ പറയുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഡാറ്റകൾ സൂക്ഷിക്കാൻ ഇന്ന് ലോകത്ത് സംവിധാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് 40 ദിവസം കഴിച്ച് മനഃപൂർവ്വം അത് നശിപ്പിച്ചു കളയുന്ന ഒരു രീതിയിലേക്ക് ഇത് പോയത്. മുമ്പ് കാലങ്ങളിൽ 100 ദിവസം സൂക്ഷിക്കായിരുന്നു. മുമ്പ് ഇത്തരത്തോളം സ്റ്റോറേജുകളും ഒന്നുമില്ലാത്ത കാലത്ത് പോലും 100 ദിവസത്തോളം CCTV ഫുട്ടേജുകൾ സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ലോകം AI-യുടെ 2025 കാലഘട്ടത്തിലാണ് 40 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നശിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലിരിക്കുന്ന അജണ്ടകൾ എന്താണ്? അതിന്റെ പിന്നിലിരിക്കുന്ന കള്ളത്തരങ്ങളാണ്. ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ BJP വിജയിക്കുകയുണ്ടായി. ആ ഇലക്ഷനിൽ ഓരോ VVPT അതുപോലെ തന്നെ EVM മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്റ്റോർ റൂമുകൾ എന്തുകൊണ്ട് പാതിരാത്രികളിൽ ആ CCTV വർക്ക് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് കൈമലർത്തുന്നത് കാണുമ്പോൾ കള്ളത്തരത്തിന്റെ കണ്ണുകളോട് മാത്രമേ നമുക്കിത് നോക്കി പോകാൻ സാധിക്കൂ. ഇതിന്റെ പിറകിൽ എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത് ഞാൻ പറഞ്ഞത് EVM-ൽ നടത്തുന്ന തട്ടിപ്പുകളാണ്. ഒരാൾ അമർത്തുന്ന ബട്ടൺ അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അനുകൂലമായി അമരുന്നുണ്ടെങ്കിൽ, അവരുടെ ലൈറ്റ് മാത്രം കത്തുന്നുണ്ടെങ്കിൽ അത് EVM-ൽ നടക്കുന്ന തട്ടിപ്പുകളാണ്. നമ്മുടെ ദുരിതാവസ്ഥ, വിഷമാവസ്ഥ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ ഏരിയകളിലും ഓരോ ബൂത്തുകളിലും ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കാൻ വേണ്ടി, അതിൽ കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി പ്രാദേശിക നേതാക്കന്മാർ പാതിരാത്രി കാവലിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എത്ര പട്ടാളുണ്ട്, എത്ര പോലീസ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷനില്ലേ, ഇലക്ഷൻ കമ്മീഷൻ പോലും നോക്കുകുത്തികളാകുന്ന രീതിയിൽ ലോറികളിൽ ഈ EVM കടത്തിക്കൊണ്ടു പോകുന്ന ഈ നാട്ടിൽ നമ്മൾ സംശയങ്ങൾ ചോദിക്കേണ്ടതുണ്ട്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞൊരു മറുപടി ഉണ്ട്.
ഈ CCTV ഫുട്ടേജ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, കള്ളത്തര വോട്ടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പഠനവിധേയമാക്കേണ്ടതുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ച ചോദ്യം, അബ്ക മാ ഔർ ബഹൻ ഔർ ബെട്ടി കാ വീഡിയോ അബ് ദേഖ്നെ ചാഹിയേ, നിന്റെ അമ്മയുടെയും സഹോദരിയുടെയും പെങ്ങളുടെയും മകളുടെയും വീഡിയോ കാണണം എന്നാണ് നീ പറയുന്നത്? എന്ത് വിവരക്കേടാണ് പറയുന്നത്? ആളുകളുടെ മധ്യത്തിൽ പരസ്യമായി നടന്ന എലക്ഷൻ, പരസ്യമായി സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വസ്ത്രം അണിഞ്ഞുകൊണ്ട് നടത്തുന്ന ആ എലക്ഷന്റെ CCTV ഫുട്ടേജ് ആവശ്യപ്പെടുകയാണ്. അതിൽ കള്ളത്തരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവിടെ തിരിച്ചു ചോദിക്കുകയാണ്, നിന്റെ അമ്മയുടെയും നിന്റെ സഹോദരിയുടെയും നിന്റെ മകളുടെയും CCTV ഫുട്ടേജ് കാണാൻ നീ ആവശ്യപ്പെടുകയാണോ? അടുക്കളയിലെ, ബെഡ്റൂമിലെ, സ്വകാര്യ ജീവിതത്തിലെ വീഡിയോ അല്ല കാണേണ്ടത്, മറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യ രാജ്യത്തിലെ വോട്ടിങ്ങിൽ കള്ളത്തരം കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി CCTV ചോദിക്കുന്ന സമയത്ത് ഇത്തരം ഒരു മറുപടി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ഭീകരാക്രമണം നടത്തുന്നവരല്ല രാജ്യദ്രോഹികൾ, ഈ ഉദ്യോഗസ്ഥന്മാരാണ് രാജ്യദ്രോഹികൾ. കള്ള വോട്ട് ചെയ്യുന്ന പ്രാദേശികനായ ഒരു നേതാവല്ല രാജ്യദ്രോഹി. അതിനേക്കാൾ വലിയ രാജ്യദ്രോഹി കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന BLOമാരാണ്. കള്ളത്തരങ്ങൾ കാണിക്കുന്ന BLOമാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കള്ളത്തരം കാണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല, ഒരു രാജ്യത്തിന് വളരാൻ സാധിക്കില്ല. SIR നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സമയത്ത് ഓരോ മനുഷ്യനും വിജിലന്റ് ആയിരിക്കണം, ഓരോ മനുഷ്യനും ശ്രദ്ധയുള്ളവനായിരിക്കണം, ഓരോ മനുഷ്യനും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യം ചോദിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. 140ഓളം കോടി വരുന്ന രാജ്യം, കോടിക്കണക്കിന് മനുഷ്യൻ വരുന്ന ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന്റെ അകത്ത് വെറും 30 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? രണ്ടാമത്, നമ്മുടെ നാട്ടിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ എല്ലാ തിരക്കുകളും ഉള്ളതിന്റെ ഇടയിൽ കൂടി ഈ SIR നടപ്പിലാക്കുന്നതിന്റെ പിന്നിലുള്ള ഒളിയജണ്ടകൾ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതുണ്ട്. ബീഹാറിൽ SIR നടപ്പിലാക്കി. 60 ലക്ഷത്തോളം മനുഷ്യർ ആ SIRന്റെ പേരിൽ അവരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തള്ളപ്പെട്ടു. എപ്പോഴാണെന്നോ ബീഹാറിൽ ഇലക്ഷൻ SIR നടപ്പിലാക്കിയെന്നറിയുമോ? ബീഹാറിൽ അതിശക്തമായിട്ടുള്ള മഹാപ്രളയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആളുകൾക്കൊന്നും അങ്ങോട്ടേക്കോ പോകാൻ സാധിക്കാത്ത സമയത്തായിരുന്നു ബീഹാറിൽ SIR നടപ്പിലാക്കിയത്. അവിടെയുള്ള ആളുകൾക്ക്, സാധാരണക്കാരെ, സാധുക്കളുടെ കയ്യിൽ ഡോക്യുമെന്റ്സുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അത്രയും 60 ലക്ഷത്തോളം മനുഷ്യരെ ആ ലിസ്റ്റിൽ നിന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തള്ളപ്പെട്ടു. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെയും ഒരു മുസ്ലിമിന്റെയും ബാധ്യതയാണ്, കടമയാണ്. കള്ളത്തരങ്ങളെ ചോദ്യം ചെയ്യുക, കള്ളത്തരങ്ങൾക്ക് നേരെ കൈചൂണ്ടുക. ഖുർആൻ പഠിപ്പിക്കുന്ന ഇതാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്തു വരുന്ന സൂറത്തുൽ കഹ്ഫ് ഉണ്ട്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് 7 യുവാക്കളുണ്ട്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു. ഖുർആൻ 7 യുവാക്കളെ പരിചയപ്പെടുത്തി. അവർ ജീവിച്ചത് എഫാസസ് എന്ന് പറയുന്ന ഗ്രീക്ക് രാജ്യത്തായിരുന്നു. ദുമ്യാനുസ് എന്ന് പറയുന്ന ഭരണാധികാരികൾക്കെതിരിൽ, ആ രാജാവ് ചെയ്തിരുന്ന ക്രൂരതക്കെതിരിൽ, ആ രാജാവ് ചെയ്തിരിക്കുന്ന അനീതിക്കെതിരിൽ, ആ രാജ്യത്തിന്റെ അകത്ത്, കൊട്ടാരത്തിനകത്ത് തന്നെ പ്രഭുക്കന്മാരുടെ മക്കളായിരുന്നു ആളുകൾ ചോദ്യം ചെയ്തു. ആ രാജാവിനെതിരെ നിലകൊണ്ടു. ഭരണകൂടത്തിൽ, ഭരണഘടനയിൽ, രാഷ്ട്രീയം നടക്കുന്ന കള്ളത്തരങ്ങൾ അവർ തുറന്നു കാണിച്ചു. ഖുർആൻ പറയുന്നു, വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു. അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ, അവർ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഞാൻ ശക്തി പകർന്നു, നമുക്ക് ശക്തി പകർന്നു. നമ്മുടെ രാജ്യത്തിലെ യുവാക്കൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കള്ളത്തരങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം ഒരു ദുരിതാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇതൊരിക്കലും സംഭവിക്കൂല എന്നൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ കരുതരുത്. നിങ്ങൾക്ക് ആസാമിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡിറ്റൻഷൻ ക്യാമ്പുകൾ കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടും ഈ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയുള്ള 4 മതിലുകൾക്കകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ബംഗാളികളായിട്ടുള്ള ഒരുപാട് മുസ്ലിമീങ്ങൾ, അവർ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനിച്ച് ജീവിച്ച ഒരുപാട് മനുഷ്യരെ ബംഗ്ലാദേശിൽ നിന്ന് നാട് കടത്തിയ സംഭവവികാസങ്ങൾ കഴിഞ്ഞ മാസങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ കൂടെ എനിക്കറിയാവുന്ന എൻ്റെ മദ്രസയിൽ വർക്ക് ചെയ്യുന്ന 4 ബീഹാരികളായിട്ടുള്ള അതിഥി തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കാർക്കും വോട്ടില്ല എന്നൊരു മറുപടിയാണ്. അത് നമ്മുടെ നാട്ടിലും ആവർത്തിക്കപ്പെടുന്ന, നമ്മുടെ നാട്ടിലും സംഭവിക്കാൻ അധികം ദൂരം പോകേണ്ട ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്ഥിരമായി ജുമാ ഖുത്ബയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഗസയുടെയും ഫലസ്തീനിന്റെയും വിഷയത്തിലാണ്. ഫലസ്തീനികൾക്ക് അവരുടെ നാടിന്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു. പുറത്ത് നാട്ടിൽ നിന്ന് അവരുടെ നാടിലേക്ക് കുടിയേറിയ സയനിസ്റ്റുകളുടെ മുമ്പിൽ അവരുടെ സിറ്റിസൺഷിപ്പ്, ഞങ്ങളാണ് ഈ നാടിന്റെ അവകാശികൾ എന്ന് പറയേണ്ട ഒരു ഗതികേട് ഫലസ്തീനികൾക്കുണ്ടായി. ആ
ഗതികേട്, ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലും സംജാതമാവുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതിനൊക്കെ ശ്രദ്ധയാവേണ്ടതുണ്ട്, കൃത്യമായി നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയത്തിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും നമ്മൾ ആദിലും നമ്മളെ സ്വാധിക്കും, നമ്മൾ അമീനുമാകുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം അതിന്റെ സിസ്റ്റമാറ്റിക് ആയി കൂടി മുന്നോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.